3 ബോംബ് വീണു സുഹൃത്തുക്കളെ, 3 ബോംബ്. എന്നൊക്കെ വെക്കുന്നു ബോംബ് വീണേന്. അതായത് എങ്ങനെയും ലീഡിലേക്ക് എത്തുക, മുകളിലേക്ക് എത്തുക, വാർത്ത സൃഷ്ടിക്കുക, വാർത്ത ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. ഞാനൊക്കെ ദൂരദർശൻ കാലം തൊട്ടേ വാർത്ത കാണുന്ന ആളാണ്, നമുക്കൊക്കെ അറിയാം. ഞായറാഴ്ചകളിൽ 4 മണിക്കൂർ സിനിമ തുടങ്ങും, ഇടയ്ക്കൊരു 7 മണി തൊട്ട് 7:30 വരെ അരമണിക്കൂറാണെന്ന് തോന്നുന്നു വാർത്താ സമയം അല്ലേ. പൊതുവേ നമുക്കത് കാണാൻ താല്പര്യമില്ല. കാരണം ആര് മരിച്ചെന്ന് പറഞ്ഞാലും എവിടെ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഒരാൾ വന്നിരുന്ന് പഹൽഗാമിൽ വെടിവെപ്പ് 2 പേർ മരിച്ചു, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വയനാടിൽ വൻ ഭൂദുരന്തമുണ്ടായി ഒക്കെ പറഞ്ഞ് വളരെ കാഷ്വലായിട്ട് ഒരു വളരെ ഫോർമലി പറഞ്ഞിങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇതിനാവശ്യമായ മ്യൂസിക്കൊക്കെ ഇട്ട് സ്പെഷ്യൽ എഫക്റ്റൊക്കെ ഇട്ട് ആലുവയാണ് വെള്ളപ്പൊക്കം നടക്കുന്നെങ്കിലും നമ്മുടെ വീട്ടിലും വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെടുക്കുന്ന പ്രകൃതിയിലേക്ക് എത്തുന്നു. മാത്രമല്ല വാർത്തകളുടെ സ്വഭാവം മാറുന്നു, വാർത്താ അവതരണ രീതി മാറുന്നു. എങ്ങനെയും ലീഡാകുക, ഏറ്റവും മുന്നിലെത്തുക, റേറ്റിംഗ് പിടിച്ചു പറ്റുക എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വാർത്താ ചാനലുകൾ. ഞാനൊക്കെ ഗെയിം ഷോസുകൾ അവതരിപ്പിച്ചിരുന്ന ആളാണ്. അതൊരു തമാശ പരിപാടിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സ്പോർട്സ് പ്രോഗ്രാം ചെയ്യുമ്പോഴുള്ളൊരു രീതിയാണ് ഇപ്പോൾ പല വാർത്താ അവതാരകരും പ്രസൻറ്റ് ചെയ്യുന്നത്. അതിലേക്ക് സിനിമാറ്റിക് മൂഡിലേക്ക് കൊണ്ടുവരുന്നു. എത്രത്തോളം അത് നല്ലതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് വാർത്ത കേൾക്കുമ്പോൾ വാർത്തയായിട്ടാണ്, അതൊരു സിനിമയായിട്ട് കാണുവാൻ എനിക്ക് ഇഷ്ടമില്ല. അവിടെയാണ് മലനാട് എന്ന ചാനൽ വ്യത്യാസമാകുന്നത്. ജയേഷ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10, 15 അല്ല 20 വർഷത്തോളമായി, 5 വർഷം കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു ചാനൽ ചെയ്യാൻ ഏറ്റവും പ്രാപ്തനാണ് ജയേഷ്. കാരണം ജയേഷ് ഈ രംഗത്തെത്തുന്നതിന് മുമ്പ് ഒരു മഹർഷി കലാകേന്ദ്രം എന്ന ഒരു നാടക പ്രസ്ഥാനത്തിലെ അറിയപ്പെടുന്ന ഒരു നാടക നടനാണ്. അറിയില്ലല്ലേ? അസാധ്യ നടനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജയേഷ് തുടങ്ങുന്ന ഒരു വാർത്താ ചാനൽ വേണേൽ കുറച്ച് നാടകീയത ആകാം അല്ലേ. വേണമെങ്കിൽ ഇതിനേക്കാളും പൊലിപ്പിച്ച് ജയേഷിന് ഈ ചാനൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ജയേഷ് നിൽക്കുന്നത് മനുഷ്യരോടൊപ്പമാണ്, മാനുഷികതയോടൊപ്പമാണ്. ഒരു വാർത്താ ചാനൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്തിലും ഇടപെടുന്ന ആളാണ്, സത്യമാണ്, എന്തിലും ഇടപെടുന്ന ആളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേസ്റ്റ്. ഇനി ആരോ റൂട്ട് ബിസ്ക്കറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ ആരോ റൂട്ട് കണ്ടിട്ടുണ്ടോ? എല്ലാ ദിവസവും പനിയാവുമ്പോൾ വീട്ടുകാർ പറയും ആരോ റൂട്ട് കഴിച്ചാൽ മതി. പക്ഷേ അത് മൈദയ്ക്കകത്ത് ഉണ്ടാക്കുന്ന ആ ബ്രാൻഡ് നെയിമാണ് ആരോ റൂട്ട്. അങ്ങനെ നമ്മളെ ഞെട്ടിക്കുന്ന പരസ്യ കാര്യങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം റസൽ ജോയ് സാറിനെ എനിക്കിഷ്ടമെന്ന് വെച്ചാൽ, ഞങ്ങൾ വക്കീലന്മാർക്ക് കോടതി വേണം, കേസുകൾ വേണം, വക്കീലല്ലേ തളരണമെന്ന് പാട്ട് വരെയുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഫയലുകളൊക്കെ സ്വീകരിച്ച് കേസ് ഫയൽ ചെയ്ത് അത്യാവശ്യം കാശും മേടിച്ച് ജീവിക്കാം. മുല്ലപ്പെരിയാർ പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിനൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെയല്ല. മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിച്ചു. നമുക്കറിയാം ലോകത്ത് എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലേ, എല്ലാത്തിനും ഉണ്ട്. ദൈവങ്ങൾക്ക് വരെയുണ്ട്. ഒരുപാട് ദൈവങ്ങൾ, പഴയ ദൈവങ്ങളൊക്കെ പോയി, പുതിയ ദൈവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവങ്ങൾക്ക് വരെ എക്സ്പയറി ഡേറ്റ് ഉള്ള ഈ സമയത്ത് ഒരു ഡാമിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കോടതിക്ക് പറ്റുന്നില്ല, നിയമജ്ഞർക്ക് പറ്റില്ല. പറ്റുന്നത് നമുക്കാണ്. ജനങ്ങൾക്ക് മനസ്സിലായി അത് പൊട്ടുമെന്ന്, മറ്റവർക്ക് മനസ്സിലാവില്ല. കാരണം അവരെ കാഴ്ചയ്ക്ക് മുന്നിലേക്ക് ഒരു സാധനം ഇങ്ങനെ വന്നിരിപ്പുണ്ട്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ഒരു സാധനം. അത് മുന്നിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. നമ്മൾ ഇത്രയും ജനങ്ങൾ ഭയന്നാണ് കഴിയുന്നത്. ഇപ്പം പൊട്ടും, പിന്നെ പൊട്ടും, പിന്നെ പൊട്ടും. ഒരാളതിന് അടിയിൽ വന്നൊരു രസമുള്ള കമൻറ്റ് ഇട്ടോ, ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് കണ്ട് ചിരിച്ചു പോയി. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഡാം പൊളിച്ചിട്ട് പുതിയ ഡാം പണിയണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് പണിയുന്നതിൻ്റെ 4-ാം നിലം പൊട്ടി വീഴും, കാരണം നമ്മുടെ സർക്കാരല്ലേ ഉണ്ടാക്കുന്നതെന്ന്. അയാളുടെ കാഴ്ചപ്പാടിൽ അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതിന് മുന്നിൽ വേറെ ഡാം നമ്മൾ പണിഞ്ഞാൽ അത് പൊട്ടും. ചിലപ്പോൾ ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട്, നമ്മുടെ മലപ്പുറത്ത് റോഡ് പണിയുന്നതിന് മുമ്പേ പൊളിഞ്ഞു വീണു. അതിനും കുറച്ച് സത്യമില്ലാതില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഏത് നിമിഷവും പൊട്ടാൻ പറ്റിയൊരു ജലബോംബാണെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ നാട്ടിനൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ നാടിനും നമ്മുടെ സിസ്റ്റത്തിനും. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെങ്കിലേ പ്രതികരിക്കുകയുള്ളൂ അല്ലേ. ഒരു വണ്ടി പോയി ഇടിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് മൊത്തം പിടുത്ത അടി വെള്ള പെയിൻ്റടിയൊക്കെ നടക്കും. റോഡിൽ ഒരാൾ കുഴിയിൽ വീണി എത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് മറ്റേവരിറങ്ങും, കുഴി അടയ്ക്കും. വീണ്ടും തഥൈവ. ഇവിടെ ഒരു നിയമം കൊണ്ടും ഇത്രത്തെ റൂൾ കൊണ്ടും ഒന്നും നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. കൊച്ചി നഗരത്തിലൂടെ ഓടുന്ന എല്ലാ ബസ്സുകൾക്കും ഓട്ടോമേറ്റഡ് ഡോർ വെക്കണമെന്നാണ് നിയമം. നിങ്ങൾ നോക്കിക്കോളൂ, എത്ര വണ്ടികൾക്കത് വെച്ചിട്ടുണ്ട്.
നിങ്ങളും മൈൻഡ് ചെയ്യില്ല, നിങ്ങളും കയറും പോകും ഇറങ്ങിപ്പോകും, നമുക്ക് എന്ത് കാര്യം ഇരിക്കുന്നു എന്ന ചിന്തയാണ്. പക്ഷേ ആ കയറുന്ന വഴിക്ക് നിങ്ങളൊന്ന് താഴെ വീണാൽ നിങ്ങളുടെ ശുഭിത യവനം പുറത്തേക്ക് ചാടും, പ്രശ്നമുണ്ടാകും. നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്കെന്ത് വേണം, നമുക്ക് ജീവിച്ചു പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്നിടത്താണ് റസൽ സാറിനെ പോലുള്ള വ്യക്തികളുടെ പ്രസക്തി. എനിക്കെന്ത് വേണമെന്നല്ല, എൻ്റെ സമൂഹത്തിന്, എൻ്റെ നാടിന് അതുകൊണ്ട് ആപത്തുണ്ടാകും എന്ന് ചിന്തിക്കുന്നിടത്താണ് സാർ പ്രവർത്തിച്ചു തുടങ്ങിയത്. അത് കണക്ക് തന്നെയാണ് മലനാട് ടി വിയും പ്രവർത്തിക്കുന്നത്. പലയിടങ്ങളിലും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഭീഷണി വരുന്ന പ്രശ്നങ്ങളും വിവാദങ്ങളിൽ കൊടുക്കുന്നതൊക്കെ. ഒരാളെയും നമ്മുടെ കേരളത്തിൽ ഒരാൾ പ്രശ്നക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ ഒതുക്കുന്ന അതേ പ്രശ്നം വച്ചിട്ടല്ല, അതിന് വേറെ ചില നമ്പറുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. സുപ്രധാനമായ സ്ത്രീപീഡനം, മറ്റ് പ്രശ്നങ്ങളിലൊക്കെ കൊണ്ട് പെടുത്തിക്കൊണ്ട് അവനെ മോറലി തകർത്ത് കളയുക എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്, ഒരു പ്രസ്ഥാനങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷേ അതിനെയൊക്കെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതാണ് എൻ്റെ ജോലി, എൻ്റെ ദൗത്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലനാട് മുന്നേറുമ്പോൾ നമുക്ക് എങ്ങനെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റും? ഒപ്പം തന്നെയാണ് ഈ പറഞ്ഞ മുല്ലപ്പെരിയാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കഥ എന്നോട് പറയുന്നത്. സത്യത്തിൽ ഞാൻ പല കാര്യങ്ങളും അറിയുന്ന അദ്ദേഹത്തിലൂടെയാണ്. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിൽ കഥകൾ ഉണ്ടല്ലേ എന്ന്. അതിൻ്റെ ഒരു വലിയ, ഈ റസൽ സാറിനെ പോലെ തന്നെ മുല്ലപ്പെരിയാറിനെ അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ് മനുഷ്യൻ. അതിൻ്റെ എവിടെയൊക്കെ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്, എവിടെയൊക്കെ ബ്രൈബ് കയറിയിട്ടുണ്ട്. ഈ ഒരു സിനിമ പുറത്തേക്ക് വരുമ്പോൾ ഒരു സിനിമയല്ലത്, അതൊരു ചരിത്രം കൂടിയാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ സിനിമ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ഭാവങ്ങളും അതിനൊപ്പം ചേരുന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മളൊരു വെർച്വൽ റിയാലിറ്റി എന്നൊരു കോൺസെപ്റ്റിലേക്ക് കൂടെ മലനാട് ടി വി എത്തുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ എത്ര പേര് വീട്ടിലിപ്പോൾ ടി വി വെക്കാറുണ്ട്? എത്ര പേരുണ്ട് കൂടുതൽ? നിങ്ങളൊക്കെ വെക്കുമായിരിക്കും അല്ലേ, പ്രവർത്തകരായതോ. എൻ്റെ വീട്ടിലെ ടി വി ഞാൻ പണിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവച്ചു. കാരണം ആരും ഓൺ ചെയ്യാറില്ല. നമ്മളെല്ലാം ഇപ്പോൾ മൊബൈലിലാണ്, എന്തും. സിനിമ പോലും മൊബൈലിലാണ്. ഇപ്പോൾ സിനിമ നമ്മൾ ടി വി കണ്ടാൽ നമുക്കൊരു സുഖമില്ല, മൊബൈലിൽ തന്നെ കാണണം. നമ്മളങ്ങനെ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നു, നമ്മളങ്ങനെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് നമ്മുടെ മൊബൈൽ ഫോണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ജേർണലിസ്റ്റുകളാണ്, നിങ്ങൾ ഓരോരുത്തരും വാർത്താ സൃഷ്ടാക്കളാണ്. അപ്പോൾ നമ്മൾ ഒത്തുചേർന്ന് നിന്ന് കഴിയുമ്പോൾ പുതിയ പുതിയ വാർത്തകൾ, പഴയത് കണക്കല്ല. ഇപ്പം അഭ്യാസം കാണിക്കാൻ പല ആൾക്കാർക്ക് ഭയമുണ്ട്, സത്യമല്ലേ? എങ്കിലും നിർബാധം നടക്കുന്നതോടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ നിയമത്തിൻ്റെ കുഴപ്പമാണ്. ഞങ്ങളത് പറയുകയായിരുന്നു, കൈക്കൂലി ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഒതുക്കാം. കൈക്കൂലിക്ക് പിടിക്കപ്പെട്ടൊരു ഉദ്യോഗസ്ഥരുടെ ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും പറയാമോ? നമ്മൾ സർക്കാർ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നു, പോക്കൂറ് നടത്താൻ ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ചോദിക്കുന്നു, അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് ചെല്ലുമ്പോൾ 10000 രൂപ ചോദിക്കുന്നു. അതിലേക്കുള്ള എന്താണ് നമുക്ക് അവരുടെ ശിക്ഷ? എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്നറിയോ? 3000-ഓളം കേസിൽ പിടിക്കപ്പെട്ട് 4 പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവരെ പിടിക്കപ്പെട്ട് ഇവരെ മറ്റേ വിജിലൻസ് വന്ന് കയ്യിൽ ചുവന്ന കളറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ സസ്പെൻഷനിലായി. ആദ്യത്തെ 60 ദിവസം ഇവർക്ക് വീട്ടിലിരിക്കാം, ശമ്പളമുണ്ട് പകുതി. 60 ദിവസം കഴിഞ്ഞ് തീരുമാനമായില്ല, 90 ദിവസത്തേക്ക് മാറിയാൽ ശമ്പളം മുക്കാലാവും. അത് 120 ഡേയ്സിലേക്ക് പോയാൽ ശമ്പളം ഫുള്ളായി. അതായത് ഒരാൾ കൈക്കൂലിക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 4 മാസം അവർക്ക് കുളു മണാലി കറങ്ങി നടക്കുവാൻ സർക്കാർ കാശ് കൊടുക്കുമെന്നർത്ഥം. ഇതിനകത്ത് 3000 കേസിൽ 4 ശിക്ഷിക്കപ്പെട്ടെന്ന് മനസ്സിലായി. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം? ചിലപ്പോൾ അവിടെ പിടിക്കപ്പെട്ട കാശിൻ്റെ രീതി മാറാം, അർത്ഥം മാറാം. എൻ്റെ കൊച്ചപ്പൻ കൊടുത്തുവിട്ട് 1000 രൂപയാണ് ഞാൻ മേടിച്ചതെന്നാവാം. ചുരുക്കി പറഞ്ഞാൽ കൈക്കൂലി മേടിക്കാത്തവൻ മണ്ടനും കൈക്കൂലി മേടിക്കുന്നത് ഭാഗ്യവാനും എന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ സിസ്റ്റം. ഭക്ഷണത്തിൽ മായം ചേർത്താൽ 5000 രൂപയുടെ ഇറങ്ങിപ്പോകാം. പക്ഷേ കൊല്ലത്തിക്കിടയ്ക്ക് കണ്ടില്ലേ, ഓയിൽ തന്നെ പാരാഫിൻ ഓയിലാണ്, അതിനകത്തേക്ക് പ്ലാസ്റ്റിക് കൂടെ കലക്കി ഒരുക്കിച്ചിട്ട് വട നല്ല ക്രിസ്പിയാണ്, കഴിക്കുമ്പോൾ നല്ല ചിപ്സ് കണക്കിരിക്കും. അവനും പിടിച്ചു. നോക്കിക്കോളൂ, ആ കടയോടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അന്ന് പേര് മുഹമ്മദ് കോയ എന്നാണെങ്കിൽ വലിയ കടയായി, വലിയ പബ്ലിസിറ്റിയായി. അവിടുത്തെ വടക്ക് എന്തോ സ്പെഷ്യൽ ടേസ്റ്റ് തോന്നിയ ആൾക്കാർ അന്വേഷിച്ച് പോകുന്നുണ്ട്. അവന് മാക്സിമം 5000 രൂപയ്ക്ക് അവൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ ഇത് വിദേശ രാഷ്ട്രങ്ങളിലാണെങ്കിൽ ആ കടയുമില്ല, അവനുമില്ല. നമ്മളൊക്കെ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല സ്ലോ നമ്മൾ അറിയുന്നില്ല. ആ ഒരു വട കഴിച്ച ഒരാൾക്ക് ഓൾറെഡി വിത്ത് പാകിക്കഴിഞ്ഞു ക്യാൻസറിൻ്റെ. കാരണം പ്ലാസ്റ്റിക് മോളിക്യൂൾസ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു. നമ്മളൊക്കെ പ്രതികരിക്കാൻ പറ്റാതെ പോകുന്ന മനുഷ്യരാണ്. നമുക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, ഇത്തരത്തിലുള്ള ചാനലുകൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളൊപ്പം സംസാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ സിറ്റിസൺ ജേർണലിസ്റ്റുകളായിട്ട് മാറുകയാണ്. അതിനുള്ള ഒരു നല്ല തുടക്കം വെർച്വൽ റിയാലിറ്റി കൂടെ ഇന്ന് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ജയേഷിനും അദ്ദേഹത്തിൻ്റെ മലനാടിനും നിങ്ങൾക്കെല്ലാം ആശംസകൾ നേരുന്നു. ഇത് ഒരു വലിയ പ്രസ്ഥാനമായി തീരട്ടെ. നമ്മുടെ നാട്ടിൻ്റെ അറിവിലേക്കും അറിവുകേടുകളിലേക്കും വിരൽ ചൂണ്ടുവാനും ചോദ്യം ചെയ്യപ്പെടുവാനും ഒരു ഫോർത്ത് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു 4ാം തൂണായിട്ട് മാറുവാൻ
അല്ല, അഞ്ചാം തൂണായിട്ട് മാറുവാൻ, ചോദ്യം ചെയ്യണം, എന്തിനുമെതിരെയും ചോദ്യം ചെയ്യുന്ന ഒരു നല്ല പ്രസ്ഥാനമായി മാറുവാൻ മലനാടിന് കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.